ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോ ലുങ്മ എന്ന പേരിലാണ്. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോ ലുങ്മ. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം എവിടെയാണ്? ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഡൽഹിയിലാണ്. മദ്രാസിൽ റൈറ്റ് വാരി സംവിധാനം ആരംഭിച്ചതാരാണ്? തോമസ് മൺറോ ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അലഹബാദാണ്. ഏത് സമരവേളയിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്യാബിനറ്റ് വകുപ്പ് കൈകാര്യം ചെയ്ത വനിതയാരാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്യാബിനറ്റ് വകുപ്പ് കൈകാര്യം ചെയ്ത വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. കൺഫ്യൂഷ്യനിസം ഒരു പുരാതന തത്വചിന്താ സമ്പ്രദായമാണ്. ഏത് രാജ്യത്താണ് കൺഫ്യൂഷ്യനിസം പിറവികൊണ്ടത്? ചൈനയിലാണ്. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഇറ്റലിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിച്ച നഗരമാണ് കൊൽക്കത്ത. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 4 വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കാലാവധി. ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 2010 ചെമ്പിൻ്റെ രാസവാക്യം എന്താണ്? ചെമ്പിൻ്റെ രാസവാക്യമാണ് CU. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയുടെ ആദ്യ പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെട്ട വർഷം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെട്ട വർഷമാണ് 1991. എൻഡോസൾഫാൻ ആഗോളതലത്തിൽ നിരോധിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? അതാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2011. ആരുടെ കൃതിയാണ് എ പാസേജ് ടു ഇന്ത്യ? EM ഫോസ്റ്ററുടെ കൃതിയാണ് എ പാസേജ് ടു ഇന്ത്യ. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് വാഷിങ്ടണാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഏത് വ്യക്തിയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന ആശയം കൊണ്ടുവന്നത്? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസനാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന ആശയം കൊണ്ടുവന്നത്. ആസിയാൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1967 ആസിയാൻ നിലവിൽ വന്നത്. ഏത് കളിയുമായി ബന്ധപ്പെട്ട പദപ്രയോഗമാണ് നൈറ്റ് വാച്ച്മാൻ, ദൂസര തുടങ്ങിയ പദപ്രയോഗങ്ങൾ? അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ്. ദൂസര, അതുപോലെ നൈറ്റ് വാച്ച്മാൻ എന്നിവ. മദർ ഇന്ത്യ രചിച്ചതാരാണ്? കാതറിൻ മേയോ ആണ് മദർ ഇന്ത്യ രചിച്ചത്. 2004 ആരംഭിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? അത് മേധാ പട്കറാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിൻ്റെ ഗുരുവാണ് പ്ലാറ്റോ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് ലൈസിയം എന്നായിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള മത്തങ്ങ ഇനമാണ് ഡാഷ്. ഓപ്ഷൻസ്: കൗമുദി, രജനി,
രൂപിണി, അമ്പിളി. ഉത്തരം അമ്പിളി. ഏത് രാജ്യത്തിൻ്റെ കാർ കമ്പനിയാണ് ഫിയറ്റ്? അത് ഇറ്റലിയുടേതാണ്. അപ്പോൾ മേഴ്സിഡസോ? മേഴ്സിഡസ് ജർമ്മനിയുടേതാണ്. ടൊയോട്ട അത് ജപ്പാൻ്റേതാണ്. ഹോണ്ട അതും ജപ്പാൻ്റേതാണ്. ജനറൽ മോട്ടോഴ്സോ? അത് അമേരിക്കയുടേതാണ്. ഹ്യുണ്ടായിയോ? ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ഹിറ്റ്ലറുമായി ബന്ധമുള്ള കാർ കമ്പനിയുടെ പേരേതാണ്? വോൾസ് വാഗണാണ്. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പൂച്ചയുടെ പേരെന്താണ്? ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പൂച്ചയാണ് കാർബൺ കോപ്പി. നായയാണ് സ്നപ്പി. കുരങ്ങാണ് ടെട്ര. ഡോളിയോ? ഡോളി ലോകത്തിലാദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ചെമ്മരിയാടാണ്. ഏത് നദിയുടെ തീരത്താണ് കാലിബംഗൻ? സിന്ധു നദീതട കേന്ദ്രമായ കാലിബംഗൻ. അത് ഗാഘർ നദീതീരത്താണ് കാലിബംഗൻ. വേനൽക്കാല വിളരീതിയുടെ പേരെന്താണ്? അതാണ് സെയ്ദ്. വേനൽക്കാല വിളരീതിയാണ് സെയ്ദ്. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറായ അപ്സര സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1956. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് താറാവാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രതീകമായ പക്ഷി ഏതാണ്? അത് മൂങ്ങയാണ്. സമാധാനത്തിൻ്റെ പ്രതീകം പ്രാവാണ്. അപ്പോൾ പക്ഷികളുടെ രാജാവെന്ന് വിളിപ്പേരുള്ളതോ? അത് കഴുകനാണ്. ആവൃത്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ആവൃത്തി അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഹെർട്സ്. അപ്പോൾ ഊർജം അളക്കാനുള്ള യൂണിറ്റോ? അത് ജൂളാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് മെലാനിനാണ്. കുമ്മായത്തിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ മാർബിളിൻ്റേതോ? അത് കാൽസ്യം കാർബണേറ്റ് ആണ്. അലക്കുകാരത്തിൻ്റേതോ? സോഡിയം കാർബണേറ്റ് ആണ്. ഏത് നദിയിലാണ് അലമാട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്? അത് കൃഷ്ണ നദിയിലാണ്. ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? അത് നാഗാർജുന സാഗർ അണക്കെട്ടാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഉള്ളത്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? അത് സത്താറയാണ്. നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി എന്നിവ എത്രാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്? നാരങ്ങ ഞെക്കിയും പാക്കുവെട്ടിയുമൊക്കെ 2ാം വർഗ ഉത്തോലകത്തിൽപ്പെട്ടതാണ്. ചവണയോ? ചവണ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചതാരാണ്? ലോകത്ത് വാക്സിനേഷൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. എഡ്വേർഡ് ജെന്നറാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. ഏത് നദിയുടെ പോഷക നദിയാണ് ശിരുവാണി? ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ് ശിരുവാണി. വലിയ ദിവാൻജി എന്ന വിശേഷണം ഉണ്ടായിരുന്നത് രാജാ കേശവദാസിനായിരുന്നു. വലിയ ദിവാൻജി രാജാ കേശവദാസ്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലമേതാണ്? ഇന്ത്യയിലെ മുന്തിരി നഗരമാണ് മഹാരാഷ്ട്രയിലെ നാസിക്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം കോയമ്പത്തൂരാണ്. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്ററോ? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദാണ്. ഇന്ത്യയിൽ ടെലഗ്രാഫ് സമ്പ്രദായം കൊണ്ടുവന്നത് ടെലഗ്രാഫ് സമ്പ്രദായത്തിൻ്റെ പിതാവാരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ്. ടെലഗ്രാഫ് സമ്പ്രദായത്തിൻ്റെ പിതാവാണ് ഡൽഹൌസി പ്രഭു. ജ്യോതിബ ഫൂലെയുടെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? ജ്യോതിബ ഫൂലെയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഗുലാംഗിരി. ജ്യോതിബ ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. ലോക പ്രശസ്തനായ കായിക താരമാണ് നൊവാക് ദ്യോക്കോവിച്ച്. അദ്ദേഹത്തിൻ്റെ രാജ്യമേതാണ്?
നൊവാക് ജോക്കോവിച്ചിൻ്റെ രാജ്യമാണ് സെർബിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. LICയുടെ ആസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ്? മുംബൈയിലാണ് LICയുടെ ആസ്ഥാനം. പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത്. ഈജിപ്തിലെ സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഭരണാധികാരി ആരാണ്? സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഭരണാധികാരിയാണ് ഗമാൽ അബ്ദുൽ നാസർ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സുകാർണോ ഏത് രാജ്യക്കാരനാണ്? അത് ഇന്തോനേഷ്യയാണ്. അമേരിക്ക ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ കീടനാശിനി ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? അത് വിയറ്റ്നാം യുദ്ധത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരായിരുന്നു? അത് ജോൺ മത്തായി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? അത് BR അംബേദ്കർ ആയിരുന്നു. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലമേതാണ്? അത് കൊണ്ടോട്ടിയാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണ്? അത് മുംബൈയിലാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം മുംബൈയിലാണ്. നാഷണൽ മ്യൂസിയം, നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കാരക്കോറം ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ്? ഇന്ത്യയെയും ചൈനയെയുമാണ് കാരക്കോറം ചുരം ബന്ധിപ്പിക്കുന്നത്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ 1961 നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ വിജയ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അത് ആന്ത്രോത്താണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായതാരാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് VS രമാദേവി. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത് 1923 എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പുതുച്ചേരിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അത് ഫ്രഞ്ചാണ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓർണിത്തോളജി, പക്ഷികളെക്കുറിച്ചാണ്. അപ്പോൾ ഓങ്കോളജിയോ? ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഏത് രാജ്യത്താണ്? അത് വത്തിക്കാനിലാണ്. പീത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പീത വിപ്ലവം. അപ്പോൾ സുവർണ വിപ്ലവമോ? അത് പഴങ്ങൾ. ഗ്രേ വിപ്ലവമോ? വളങ്ങൾ. ബ്രൗൺ വിപ്ലവമോ? തുകൽ. പീത വിപ്ലവം എണ്ണക്കുരുക്കൾ, സുവർണ വിപ്ലവം പഴങ്ങൾ, ഗ്രേ വിപ്ലവം വളങ്ങൾ, ബ്രൗൺ വിപ്ലവം തുകൽ. ബ്രൗൺ വിപ്ലവം തുകലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയാണ് കാനിങ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിങ്. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അഭയം നൽകിയതിനാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ഏത് പേരാണ് ലഭിച്ചത്? ധർമ്മരാജ എന്ന പേരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ലഭിച്ചത്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യമേതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നത് എന്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? അത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു.
ഇന്ത്യയിൽ 3 വിളവെടുപ്പ് കാലമാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ്. അർജന്റീന ഏത് ഭൂഖണ്ഡത്തിലാണ്? അത് തെക്കേ അമേരിക്കയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഏണസ്റ്റ് ബാർക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? അത് താക്കൂർ ദാസ് ഭാർഗവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ്. ദുധുവ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അത് ഉത്തർപ്രദേശിലാണ്. സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? അത് ഗോവയിലാണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? അത് കോയമ്പത്തൂരാണ്. റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതായിരുന്നു? അത് 1919 1984 സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? നാനാവതി കമ്മീഷനാണ്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഡൽഹിയാണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവാണ് PC മഹലനോബിസ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 എന്നാൽ ലോക മാനസികാരോഗ്യ ദിനം എപ്പോഴാണ്? അത് ഒക്ടോബർ 10. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഓസ്കാർ നോമിനേഷൻ നേടിയ ചിത്രമാണ് മദർ ഇന്ത്യ. ഓസ്കാർ നോമിനേഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രം ആദാമിൻ്റെ മകൻ അബു ആണ്. അപ്പോൾ ആദ്യ ചിത്രമോ? ഓസ്കാർ നോമിനേഷൻ നേടിയ ആദ്യ മലയാള ചിത്രം ഗുരുവും ഓസ്കാർ നോമിനേഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രം ആദാമിൻ്റെ മകൻ അബുവുമാണ്. ആദാമിൻ്റെ മകൻ അബു സംവിധാനം ചെയ്തത് സലീം അഹമ്മദാണ്. ഗുരു സംവിധാനം ചെയ്തത് രാജീവ് അഞ്ചലാണ്. ഏത് രാജ്യത്താണ് പ്രസിദ്ധമായ പാൽമിറ എന്ന ലോക പൈതൃക നഗരം? അത് സിറിയയിലാണ്. ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്കാണ് സാൻ മാരിനോ. അപ്പോൾ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കോ? അത് നൗറുവാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? അതാണ് ഡെൻമാർക്ക്. അപ്പോൾ വാറ്റ് ഫ്രാൻസാണ്. കാർബൺ നികുതി ആദ്യമായിട്ടോ? അത് ന്യൂസിലാൻഡാണ്. നികുതി തന്നെ ആദ്യമായിട്ടോ? അത് ഈജിപ്താണ്. ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്ന നാമക്കൽ ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. സൂഫി സന്യാസിയായ കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണയ്ക്കായി കുത്തബ് മീനാർ പണി ആരംഭിച്ചതാരാണ്? കുത്തബ്ദീൻ ഐബക്ക്. എന്നാൽ കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തീകരിച്ചതാരാണ്? അത് ഇൽത്തുമിഷ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അതാണ് S. രാധാകൃഷ്ണൻ കമ്മീഷൻ. ജനകീയ ആസൂത്രണം ഓർ പീപ്പിൾസ് പ്ലാൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? അത് MN റോയ് ആണ്. പ്രപഞ്ചത്തിൻ്റെ ഹീലിയോസെൻട്രിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കോപ്പർനിക്കസ് ആണ്. ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഓർ ജിയോസെൻട്രിക് തിയറിയുടെ ഉപജ്ഞാതാവാരാണ്? ടോളമിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു യൂഥാൻഡ്? ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു യൂഥാൻഡ്. പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ്? അതാണ് തക്കാളി. പാവങ്ങളുടെ ആപ്പിളാണ് തക്കാളി. പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? 1957 ജനുവരി 1 പാലക്കാട് ജില്ല രൂപീകരിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയായിട്ടും പാലക്കാടിനെ പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണല്ലോ. ഏറ്റവും ചൂട് കൂടിയ ജില്ലയോ? അതും പാലക്കാടാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. ടൊമാറ്റോ ഫെസ്റ്റിവൽ ഒരു രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ്. ഏത് രാജ്യത്തിൻ്റെതാണ്? അത് സ്പെയിനിൻ്റേതാണ്. കസ്തൂർബ ഗാന്ധിയും ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ മഹാദേവ് ദേശായിയും അന്തരിച്ച ജയിലേതാണ്? അത് ആഗാഖാൻ കൊട്ടാരമാണ്, പൂനെയിലെ.
യർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്നതും പൂനെയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? അത് തീഹാർ ജയിലാണ്, ഡൽഹിയിലെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജയിലാണ് പുഴാൽ സെൻട്രൽ ജയിൽ, ചെന്നൈ. പുഴാൽ സെൻട്രൽ ജയിൽ, ചെന്നൈ. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? അത് മൊറാർജി ദേശായി ആയിരുന്നു. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് പോർട്ട് ബ്ലെയർ. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. അത് 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ച അതേ വർഷമാണ് സെല്ലുലാർ ജയിൽ ഉണ്ടാക്കിയത്. കാലാപാനി എന്നായിരുന്നു സെല്ലുലാർ ജയിൽ മുൻപ് അറിയപ്പെട്ടിരുന്നത്. സെല്ലുലാർ ജയിൽ ഇപ്പോൾ ഒരു ദേശീയ സ്മാരകമാണ്. അത് 1979 ഫെബ്രുവരി 11 അങ്ങനെ പ്രഖ്യാപിച്ചത്. 1979 ഫെബ്രുവരി 11 സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത് മൊറാർജി ദേശായി ആണെന്ന് ഓർക്കുക. ജയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ്? അത് സംസ്ഥാന ലിസ്റ്റിലാണ് ജയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരിയാണ്. തിരുവനന്തപുരത്തെ നെട്ടുകാൽ തേരിയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂരാണ്. കേരളത്തിൽ ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരയിലാണ്. കേരളത്തിൽ ജയിൽ ആസ്ഥാനം പൂജപ്പുരയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര തന്നെയാണ്. തിരുവനന്തപുരത്താണ് പൂജപ്പുര സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ്. അത് 1989 ഉണ്ടാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന ആദ്യ വിദേശി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന ആദ്യ വിദേശി അജ്മൽ കസബാണ്. അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത് യർവാദ ജയിലിൽ വെച്ചാണ്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത്. പാകിസ്ഥാനിലെ സ്വാത്ത് ജില്ലയിലെ മിങ്കോറയിൽ ജനിച്ച ലോകപ്രശസ്ത വനിതയാരെ? പാകിസ്ഥാനിലെ സ്വാത്ത് ജില്ലയിലെ മിങ്കോറയിൽ ജനിച്ച ലോകപ്രശസ്തയായ വനിതയാരാണ്? അത് മലാല യൂസഫ്സായി ആണ്. ഐക്യരാഷ്ട്രസഭയിൽ മലാല പ്രസംഗിച്ച ദിവസമാണ് 2013 ജൂലൈ 12. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ മലാല ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 12. പാകിസ്ഥാൻ്റെ ജോവാൻ ഓഫ് ആർക്ക്, പാകിസ്ഥാൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് മലാലയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് 51-ാം അനുച്ഛേദം. റെഡ് നെപ്പോളിയൻ, വിയറ്റ്നാം നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരാണ്? അത് ജനറൽ വോയൻ യുഎൻ ആണ്. ജനറൽ വോയൻ യുഎൻ. ജനറൽ വോയൻ യുഎൻ ആണ് റെഡ് നെപ്പോളിയൻ ഓർ വിയറ്റ്നാം നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. എന്നാൽ വിയറ്റ്നാം വിമോചന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? അത് ഹോച്ചിമിനാണ്. വിയറ്റ്നാം വിമോചന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഹോച്ചിമിനാണ്. ഇതേപോലെ വിയറ്റ്നാമിൽ ഏറ്റവും ഉയരം കൂടിയൊരു കൊടുമുടിയുണ്ട്. അതിൻ്റെ പേരാണ് ഫാൻസി പാൻ. ഫാൻസി പാൻ കൊടുമുടി വിയറ്റ്നാമിലാണ്. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ. വൈദ്യുതധാര അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? വൈദ്യുതധാര അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ആംബിയർ. ആംബിയർ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ഗുരുവിൻ്റെ സന്ദേശമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശമോ അത് സഹോദരൻ അയ്യപ്പൻ്റേതാണ്. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് പ്രതിയൗഗികങ്ങൾ. ഇംഗ്ലീഷ് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ്. പ്രതിയൗഗികങ്ങൾ ഓർ ആൻറ്റിബയോട്ടിക്സ് ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ
ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യനിൽ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓർ പീയൂഷ ഗ്രന്ഥി. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്കാണ്. എന്നാൽ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതോ അത് ആൽബർട്ട് സാബീനാണ്. 5ാം പനിയുടെ വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എൻഡേഴ്സ് ആണ്. ജോൺ എൻഡേഴ്സ്. കൊളറ വാക്സിൻ കണ്ടുപിടിച്ചത് വാൾഡിമർ ഹാഫ്കിൻ ആണ്. അപ്പോൾ ഒന്നുകൂടി, കൊളറ വാക്സിൻ കണ്ടുപിടിച്ചത് വാൾഡിമർ ഹാഫ്കിൻ ആണ്. 5ാം പനിയുടെ വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എൻഡേഴ്സ് ആണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്കാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതോ അത് ആൽബർട്ട് സാബീനാണ്. ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് യൂക്കാലിപ്റ്റസ് റെഗ്നൻസ്? യൂക്കാലിപ്റ്റസ് റെഗ്നൻസ് എന്നത് ഏറ്റവും ഉയരം കൂടിയ വൃക്ഷങ്ങളിൽ ഒന്നായ യൂക്കാലിപ്റ്റസിൻ്റെ ശാസ്ത്രീയ നാമമാണ്. കടലാസ് ഉൽപ്പാദനത്തിന് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം ഏതാണ്? അത് ജയന്റ് സെക്വയാണ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജനറൽ ഷർമൻ. സെക്വയ എന്ന പേരിലുള്ള നാഷണൽ പാർക്ക് ഏത് രാജ്യത്താണ്? അത് അമേരിക്കയിലാണ്, കാലിഫോർണിയയിലാണ്. ഏറ്റവും ഉയരമുള്ള വൃക്ഷ ഇനങ്ങൾ ഏതാണ്? അത് റെഡ് വുഡാണ്. അതുപോലെ യൂക്കാലിപ്റ്റസുമുണ്ട്. റെഡ് വുഡ് അമേരിക്കയിലാണ്, യൂക്കാലിപ്റ്റസ് പൊതുവെ ഓസ്ട്രേലിയയിലുള്ള മരമാണ്. ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യയാണ്. ഏറ്റവും വലിയ വിത്തോ അത് കോക്കോഡമറിൻ്റെ വിത്താണ്. ഏറ്റവും ചെറിയ വിത്ത് ഓർക്കിഡിൻ്റെ വിത്താണ്. ഏറ്റവും വലിയ ഫലം ചക്കയാണ്. ഏറ്റവും വലിയ മുകുളം കാബേജാണ്. ഏറ്റവും വലിയ പൂങ്കുലയുള്ള സസ്യം പുയാറൈമുണ്ടി എന്നാണ്. പുയാറൈമുണ്ടി. ഏറ്റവും വലിയ ഇലയുള്ള സസ്യം റാഫിയ പാമാണ്. ഏറ്റവും വലിയ ആൽഗയാണ് കെൽപ്സ്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുളയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും മുളയാണ്. ഏറ്റവും സാവധാനം വളരുന്ന സസ്യമാണ് സാഗുവാരോ. സാഗുവാരോ എന്നതൊരു കള്ളിമുൾച്ചെടിയാണ്. തീപിടിക്കാത്ത തടിയുള്ള വൃക്ഷമാണ് ഒമ്പു. തീപിടിക്കാത്ത തടിയുള്ള വൃക്ഷമാണ് ഒമ്പു. ഏത് രാജ്യത്താണ് ഒമ്പു മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്? അത് അർജൻറ്റീനയിലാണ്. സ്വന്തം തടിയിൽ 1,00,000 ലിറ്ററോളം വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന വൃക്ഷം ഏതാണ്? സ്വന്തം തടിയിൽ 1,00,000 ലിറ്ററോളം വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന വൃക്ഷമാണ് ബയോബാബ്. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ വിളിക്കുന്ന പേരെന്താണ്? കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ വിളിക്കുന്ന പേരാണ് പ്രേരിത കാന്തശക്തി. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്നത് ഏതാണ്? ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്നത് റെസിസ്റ്ററാണ്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടായ മാറ്റങ്ങളെ എതിർക്കുന്നതിനുള്ള കഴിവുള്ള കോയിലുകളാണ് ഇൻഡക്റ്റർ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്നതിന് കഴിവുള്ള കോയിലുകളാണ് ഇൻഡക്റ്റർ. കല്യാൺ, സോന, ഗിരിജ എന്നിവ ഏതിനത്തിൽപ്പെട്ടതാണ്? അപ്പോൾ ഗോതമ്പെന്ന് പറയണം. സോണാലിക, കല്യാൺ, സോന, ഗിരിജ, RR21 എന്നിവ ഗോതമ്പിൻ്റെ പ്രധാന ഇനങ്ങളാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു എന്നോർക്കുക. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ്? അത് ചെന്നൈയിലാണ്. തിലോത്തമ, സോമ, തിലക്, സൂര്യ, കായംകുളം 1, തിലധാര എന്നിവ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? അത് എള്ളിൻ്റേതാണ്. തിലോത്തമ, സോമ, തിലക്, സൂര്യ, കായംകുളം 1, തിലധാര എന്നിവ. രോഗമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാവുന്ന പനി ഏതാണ്? അതാണ് മാൾട്ട പനി. പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളാണ്. ജേഴ്സി ഏത് രാജ്യത്തെ കന്നുകാലി വർഗമാണ്? ഇംഗ്ലണ്ടിലെ കന്നുകാലി വർഗമാണ് ജേഴ്സി. ഒരു രോഗത്തിൻ്റെ പേരിതാണ് ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം ഇത് ഏത് രോഗമാണ്? ഇത് ഭ്രാന്തിപ്പശു രോഗമാണ്. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നാണ് വിളിപ്പേര്.
സാർസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. പന്നിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്. എന്നാൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. അപ്പോൾ പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ടോ? അത് നന്ദർബാർ, മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ്. ഭ്രാന്തിപ്പശു രോഗം ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. എബോള രോഗം ആഫ്രിക്കയിലാണ്. ചിക്കൻ ഗുനിയയും ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ്. സാർസ് ലോകത്തിൽ ആദ്യമായിട്ട് ചൈനയിലാണ്, ഹോങ്കോങ്ങിലാണ് സാർസ്. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണുവാണ് H1N1 വൈറസ്. പക്ഷിപ്പനിക്കോ H5N1. ജൈവ സാങ്കേതിക വിദ്യയിലൂടെ രൂപപ്പെടുത്തിയ എണ്ണ തിന്നുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? അതാണ് സൂപ്പർ ബഗ്. ജനിതകമാറ്റം വരുത്തിയ പച്ചക്കറികളിൽ ആദ്യത്തേതേതാണ്? ജനിതകമാറ്റം വരുത്തിയ പച്ചക്കറികളിൽ ആദ്യത്തേതേതാണ്? അത് വഴുതനങ്ങയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വഴുതനങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. BT വഴുതന വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനിയുടെ പേര് ചോദിക്കാറുണ്ട്. അത് മോൺസാൻഡോ ആണ്, മോൺസാൻഡോ കമ്പനി. ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേതാണ്? അത് ചൊവ്വയാണ്, ഫോസിൽ ഗ്രഹം. OPCW എന്ന സംഘടനയുടെ പൂർണ്ണരൂപം എന്താണ്? OPCW അതാണ് ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, OPCW. OPCWയുടെ ആസ്ഥാനം ഹേഗാണ്, നെതർലാൻഡ്സിലെ ഹേഗാണ്. 2013 OPCWവിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നൊബേൽ പ്രൈസ് ലഭിക്കുന്ന 25ാമത്തെ സംഘടനയായിട്ടാണ് അന്ന് OPCWവിൻ്റെ പേര് പരാമർശിച്ചത്. നൊബേൽ സമ്മാനം ലഭിക്കുന്ന 25ാമത്തെ സംഘടനയാണ് OPCW. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് JB കൃപലാനിയാണ്. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി എന്നറിയപ്പെടുന്നതും ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നതും നെഹ്റുവാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയും നെഹ്റുവാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയും നെഹ്റുവാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് 1955 നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് എവിടെയെന്ന് ചോദിക്കാറുണ്ട്. അത് 1916 ലക്നൗ കോൺഗ്രസിൽ വെച്ചാണ് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം. നെഹ്റു ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റു. 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെഹ്റുവിൻ്റെതാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മയാണ്. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ്. നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനമാണ്. ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയും നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റുവാണ്. നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ചാണക്യ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതും അദ്ദേഹമാണ്. ടൈം മാഗസിൻ കവർ പേജിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ടൈം മാഗസിൻ കവർ പേജിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ചൗവൻലായിയോടൊപ്പം നെഹ്റു 1954 ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസയാണ്. എന്നാൽ താജ്മഹലിൻ്റെ ഡിസൈനർ ആരാണ്? ജെറോനിമോ വെറെങ്കോ ആണ് താജ്മഹലിൻ്റെ ഡിസൈനർ. താജ്മഹൽ പണി കഴിപ്പിച്ച നൂറ്റാണ്ട് ചോദിച്ചാൽ 17ാം നൂറ്റാണ്ടാണ്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതിയാണിത്. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. യമുനയുടെ പഴയ പേരെന്താണ്? യമുനയുടെ പഴയ പേരാണ് കാളിന്തി. അലഹബാദിലെ പ്രയാഗിൽ വെച്ചാണ് ഗംഗാനദി യമുനാ നദിയോട് ചേരുന്നത്. ഓർക്കുക, അലഹബാദിലെ പ്രയാഗിൽ വെച്ചാണ് ഗംഗാനദി യമുനാ നദിയോട് ചേരുന്നത്. ഗംഗയുടെ
ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അതാണ് യമുന. ശിവജിയുടെ പിതാവ് ഷാജി ബോൺസ്ലെ ആണ്. ശിവജിയുടെ മാതാവാരാണ്? അത് ജിജാബായി ആണ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണിയാണ്. ശിവജിയുടെ മകനായ സാംഭാജിയെ വധിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസീബാണ്. മറാത്ത ഭരണകാലത്ത് പിരിച്ചിരുന്ന പ്രമുഖ നികുതികളാണ് ചൗത്തും സർദേശ് മുഖിയും. 1674 ഛത്രപതി എന്ന സ്ഥാനപ്പേര് ശിവജി സ്വീകരിച്ചത്. അത് റായ്ഗഡിൽ വെച്ചാണ്. ശിവജിയുടെ തലസ്ഥാനം റായ്ഗറാണ്. ശിവജിയെ ഛത്രപതിയായി അവരോധിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗംഗഭദ്ര എന്നാണ്. ശിവജിയുടേതാണ് അഷ്ടപ്രധാൻ. അഷ്ടപ്രധാനിലെ മന്ത്രിമാരുടെ തലവൻ അറിയപ്പെടുന്നത് പേഷ്വ എന്ന പേരിലാണ്. ആദ്യത്തെ പേഷ്വയാണ് ബാലാജി വിശ്വനാഥ്. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥാണ്. UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ചാർട്ടർ എന്ന പേരിലാണ്. ലോക പാർലമെന്റ് എന്ന് വിശേഷണമുള്ള UN-ൻ്റെ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെന്റ് എന്ന് വിശേഷണമുള്ള UN-ൻ്റെ ഘടകമാണ് പൊതുസഭ. UN-ൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5-ഉം താൽക്കാലിക അംഗങ്ങൾ 10-ഉമാണ്. P5 പെർമനൻ്റ് 5 എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നിവ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നിവർക്ക് സ്ഥിരാംഗത്വമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് നെതർലാൻഡ്സിലെ ഹേഗാണ്. UN-ൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒന്നുകൂടി, UN-ൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയാണ്. അപ്പോൾ UN-ൻ്റെ ശരിയായ ആസ്ഥാനം എവിടെയാണ്? അത് മാൻഹട്ടൻ ഐലൻഡാണ്, ന്യൂയോർക്കിലാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. എപ്പോഴാണ്? 1945 ഒക്ടോബർ 30-നാണ്. 1945 ഒക്ടോബർ 30-നാണ് UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് CH മേനോനാണ്. കേരള ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ജമ്മിത്വ സമ്പ്രദായം അവസാനിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1970 ജനുവരി 1-നാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? നീലേശ്വരമാണ്. അമ്പലപ്പുഴ ഏത് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്? ആലപ്പുഴയുടെ. അപ്പോൾ ആറന്മുള ഏത് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്? പത്തനംതിട്ടയുടെ. തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനമാണ്. ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് ഗുരുവായൂരാണ്. അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ്? അത് അയ്യന്തോളിലാണ്. കശുമാവിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. കപടഫലം എന്നറിയപ്പെടുന്നതോ? അത് കശുമാവാണ്. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രതിഭ പാട്ടീലാണ്. 2011-ലാണ്. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് അഷ്ടമുടിക്കായലിലാണ്. ചുവന്ന മലകളുടെ നാട് എന്നർത്ഥം വരുന്ന സംസ്ഥാനം ഏതാണ്? ചുവന്ന മലകളുടെ നാടെന്നർത്ഥം വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ പ്രസിദ്ധമായ ഹിന്ദുമത തീർത്ഥാടന കേന്ദ്രമാണ് പരശുറാംകുണ്ട്. പരശുറാംകുണ്ട്, അരുണാചൽ പ്രദേശ്. 1931 മാർച്ച് 5-നാണ് ഗാന്ധിയും വൈസ്രോയിയായ ഇർവിൻ പ്രഭുവും ഗാന്ധി-ഇർവിൻ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അതിനെ തുടർന്ന് നിർത്തിവെച്ച പ്രസ്ഥാനം ഏതാണ്? അതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ദണ്ഡി മാർച്ചിൽ ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസമാണ് ഏപ്രിൽ 6. യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-ന്.
ഉപ്പ് കുറുക്കി ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 6-നാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് മോത്തിലാൽ നെഹ്റുവാണ്. എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മടക്കമെന്ന് മടക്കമെന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് ഇർവിൻ പ്രഭുവാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. വിക്രം സാരാഭായിയുടെ ജന്മദേശം എവിടെയാണ്? അഹമ്മദാബാദാണ്, ഗുജറാത്തിലെ. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായത് സതീഷ് ധവാനാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? അത് MGK മേനോനാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? അത് ഇർവിൻ പ്രഭുവാണ്. 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്, മാർച്ച് 23. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരുവിലാണ്. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് VSLVയുടെ ആസ്ഥാനം തുമ്പയിലാണ്, തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? VV ഗിരിയാണ്. ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണറാണ് VV ഗിരി എന്നോർക്കുക. ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണറാണ് VV ഗിരി. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് രാജ്ഭവൻ എന്നാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ ആദ്യ വ്യക്തിയാണ് പട്ടം താണു പിള്ള. 1975 അടിയന്തരാവസ്ഥ സമയത്തെ കേരള ഗവർണറാണ് NN വാഞ്ചു. 1975 ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ കേരള ഗവർണർ NN വാഞ്ചു ആണ്. NN വാഞ്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവാരാണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവാണ് ജീൻ ഡ്രസ്സേ ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഗുജറാത്തിലെ ആനന്ദാണ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാലാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മത്സ്യങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രിയും കൊച്ചിയിലാണ്. ലിനക്സ് വികസിപ്പിച്ചത് ലിനക്സ് ടോൾവാർഡ്സ് ആണ്. ലിനക്സിൻ്റെ ലോഗോ ആണ് ടെക്സ് എന്ന പെൻഗ്വിൻ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? അത് ഐൻസ്റ്റീൻ ആണ്. E=mc² എന്ന ഊർജ സമവാക്യത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട സിദ്ധാന്തം ഏതാണ്? E=mc² എന്ന ഊർജ സമവാക്യത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട സിദ്ധാന്തം ഏതാണ്? അതാണ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം. സാധാരണ ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചതോ? അതും ഐൻസ്റ്റീനാണ്. സാധാരണ ആപേക്ഷിക സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് റിലാറ്റിവിറ്റി ആവിഷ്കരിച്ചത് ഐൻസ്റ്റീനാണ് 1915. വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമേതാണ്? അത് എലിപ്പനിയാണ്. സാംക്രമിക രോഗങ്ങൾ പരത്തുന്നത് സൂക്ഷ്മാണുക്കളാണ്. സൂക്ഷ്മാണുക്കൾ എന്ന് പറഞ്ഞാൽ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, റിക്കറ്റ്സിയ എന്നിവയൊക്കെയാണ്. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു അപ്പോൾ ഏതാണ്? അത് പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു പ്രോട്ടോസോവയാണ്. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19 ആരുടെ ജന്മദിനമാണ്? അത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 ഏത് പേരിലാണ് ആചരിക്കുന്നത്? അത് ദേശീയ സദ്ഭാവന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയം എവിടെയാണ്? അത് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരം എറണാകുളത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് നല്ലളം. അത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമോ? അത് കായംകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? അത് കഞ്ചിക്കോടാണ്. കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത.
കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. എന്നാൽ ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? അത് ലോർഡ് റെയ്ലിയാണ് ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് രൂപപ്പെടുന്നത് ഏത് ഭാഗത്താണ്? അത് പടിഞ്ഞാറ് ഭാഗത്താണ്. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണമാണ് വയലറ്റ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറവും വയലറ്റാണ്. അപ്പോൾ ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമേതാണ്? അത് ചുവപ്പാണ്. ഏറ്റവും കൂടുതൽ താപമാഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. ഏറ്റവും കുറച്ച് താപമാഗിരണം ചെയ്യുന്ന നിറം വെള്ളയാണ്. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണാണ് 40.8 ഡിഗ്രി. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണോ 42.8 ഡിഗ്രി. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലുണ്ടാവുന്നതിനുള്ള മറ്റു കാരണങ്ങളായി പറയുന്നത് അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിഫലനം എന്നിവയൊക്കെയാണ്. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഓർ ഡിസ്പേർഷൻ എന്ന് ഓർക്കുക. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.03 ഡിഗ്രിയാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള ധാന്യം ഏതാണ്? അത് ചോളമാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമോ? അത് മഞ്ഞളാണ്. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കുറുവാദ്വീപാണ്. കല്ലട ആറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപേത്? കല്ലട ആറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപേത്? അതാണ് മൺട്രോ തുരുത്ത്. മുഴപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണുവാൻ കഴിയുന്ന ദ്വീപേതാണ്? അത് ധർമ്മടം തുരുത്ത് ഓർ പച്ചത്തുരുത്ത് ആണ്. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറബിക്കടലാണ്. ധർമ്മടം തുരുത്തിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന നദിയേതാണ്? അത് അഞ്ചരക്കണ്ടി പുഴയാണ്. കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ തന്നെയാണ്. എഴുമാന്തുരുത്ത് സ്ഥിതി ചെയ്യുന്നതോ? അത് കോട്ടയത്താണ്. കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? വെള്ളിയാങ്കല്ലാണ്. ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഏതാണ്? അത് ചെഡ്ഡി ജുഗൻ. ഗയാനയിലെ ചെഡ്ഡി ജുഗനാണ് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ. 1957 ഏപ്രിൽ 1. 2 തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പോൾ K കരുണാകരൻ്റെ ആത്മകഥ ഏതാണ്? അതാണ് പതറാതെ മുന്നോട്ട്. VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ. EK നായനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? അതാണ് മിസോറാം. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. കേരളത്തിലെവിടെയാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അത്തച്ചമയം നടക്കുന്നത്? തൃപ്പൂണിത്തുറയിലാണ്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നതോ? അത് മകരവിളക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസന്തോത്സവം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസന്തോത്സവമാണ് ഹോളി. കൂടുതൽ മുതൽ മുടക്കി കുറച്ച് സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം നടത്തുന്ന കൃഷിരീതിയാണ് കൂടുതൽ മുതൽ മുടക്കി കുറച്ചു സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം നടത്തുന്ന കൃഷിരീതിയാണ് കടും കൃഷി. മണ്ണൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ടെറസ് കൾട്ടിവേഷൻ. മേഘാലയ അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം ഏതാണ്? മേഘാലയ അതിർത്തി പങ്കിടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഒരേ ഒരു രാജ്യം ബംഗ്ലാദേശാണ്.
ഏത് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള കൊല്ലപ്പെട്ടത്? കൊളംബിയ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള കൊല്ലപ്പെട്ടത്. അത് 2003 2003 കൽപ്പന ചൗള. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം എത്ര? അത് 24. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ക്യൂബയുടെ ദേശീയ പതാകയാണ് ഏകാന്ത താരകം. അപ്പോൾ ജപ്പാന്റെ ദേശീയ പതാകയോ? അത് സൗരപതാകയാണ്. ക്യൂബയുടെ ദേശീയ പതാക ഏകാന്ത താരകം, ജപ്പാന്റെ ദേശീയ പതാക സൗരപതാക, ബ്രിട്ടന്റെ ദേശീയ പതാക യൂണിയൻ ജാക്ക്, ഓൾഡ് ഗ്ലോറി, സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന ദേശീയ പതാക അമേരിക്കയുടേത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഡെൻമാർക്കിൻ്റേത്. ഇന്ത്യയുടെ ദേശീയ പതാക ദിനം ഡിസംബർ 7. ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ഓർക്കുക, ഇന്ത്യയിൽ പുതിയ പതാക നിയമം വന്നത് 2002 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ പതാക ദിനം ഡിസംബർ 7. ദേശീയ പതാകയിൽ ഫുട്ബോളിൻ്റെ ചിത്രമുള്ള രാജ്യമാണ് ബ്രസീൽ. ദേശീയ പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടമുള്ള രാജ്യമാണ് സൈപ്രസ്. ക്ഷേത്രത്തിൻ്റെ ചിത്രമുള്ള ദേശീയ പതാക കംബോഡിയയുടേതാണ്. ദേശീയ പതാകയിൽ ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം ഏതാണ്? അത് നൗറോ. ആർ എന്ന അക്ഷരമുള്ള ദേശീയ പതാക റുവാണ്ടയുടേതാണ്. റുവാണ്ട. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ആഗസ്റ്റ് 15. എന്നാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? അത് 1947 ജൂലൈ 18. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡുവാണ്. അത് UP-യിലായിരുന്നു. സംസ്ഥാനങ്ങളിലെ അടിയന്തര ഫണ്ട് കണ്ടിൻജൻസി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് ഗവർണറാണ്. ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? അത് ഗലീലിയോ ആണ് ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നിരുന്നാലും ഇത് ചലിക്കുന്നു, നെവർദലെസ് ഇറ്റ്സ് മൂവ് എന്ന് അഭിപ്രായപ്പെട്ടതും ഗലീലിയോ ആണ്. ഫോട്ടോസ്ഫിയറിനു മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളി ഏതാണ്? അത് ക്രോമോസ്ഫിയർ ആണ്. സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? അതാണ് കൊറോണ. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹമാണ് അയോ. ഒരു വലിയ സമുദ്രത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം 12 വർഷത്തെയാണ്. വ്യാഴഗ്രഹം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കണക്കാക്കുന്നത്. പൗരാണിക സങ്കല്പങ്ങളിലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമേതാണ്? അതും വ്യാഴമാണ്. കേവല പൂജ്യം എന്നാൽ ഏതാണ്? 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് ആബ്സല്യൂട്ട് സീറോ കേവല പൂജ്യം. സൂര്യനിലെ താപത്തെക്കുറിച്ചുള്ള പഠനമാണ് പൈറോജനിക്സ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. സൂര്യനിലെ താപത്തെക്കുറിച്ചുള്ള പഠനമാണ് പൈറോജനിക്സ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ. താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നതോ ക്രയോമീറ്റർ. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ബേലൂറാണ്. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ഏതാണ്? ശാരദാ മഠമാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. WWFൻ്റെ ചിഹ്നം ഏതാണ്? അത് ഭീമൻ പാണ്ഡെയാണ്. WWFൻ്റെയും IUCNൻ്റെയും ആസ്ഥാനം എവിടെയാണ്?
അത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ്. WWFൻ്റെ ചിഹ്നം രൂപപ്പെടുത്തിയ വ്യക്തിയാണ് പീറ്റർ സ്കോട്ട്. അദ്ദേഹമായിരുന്നു WWFൻ്റെ ആദ്യത്തെ ചെയർമാനും. പീറ്റർ സ്കോട്ട്. പ്രകൃതി ചരിത്രത്തിൻ്റെ പിതാവാണ് ജോൺ റേ. പ്രകൃതി ചരിത്രത്തിൻ്റെ പിതാവാണ് ജോൺ റേ. ജോൺ റേയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേ. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേ. അപ്പോൾ സിസ്റ്റമ നാച്ചുറ എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് കാൾ ലിനേയസ് ആണ്. ടാക്സോണമിയുടെ പിതാവാണ് കാൾ ലിനേയസ്. ജീവികൾക്ക് പേരിടാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടതും കാൾ ലിനേയസ് ആണ്. ദ്വിനാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലാച്ചർ ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. എന്നാൽ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതോ? അത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഏതാണ്? ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ജൂബിലികളിൽ സുവർണ ജൂബിലി 50 വർഷമാണ്, വജ്ര ജൂബിലി 60 വർഷമാണ്, പ്ലാറ്റിനം ജൂബിലി 75 വർഷമാണ്, രജത ജൂബിലി 25 വർഷമാണ്. എന്നാൽ ടിൻ ജൂബിലി എത്ര വർഷമാണ്? ടിൻ ജൂബിലി 10 വർഷമാണ്, പേപ്പർ ജൂബിലി 1 വർഷമാണ്, കോട്ടൺ ജൂബിലി 2 വർഷമാണ്, ലെതർ ജൂബിലി 3 വർഷമാണ്, സിൽക്ക് ജൂബിലി 12 വർഷമാണ്, ക്രിസ്റ്റൽ ജൂബിലി 15 വർഷമാണ്. ചൈന എന്നറിയപ്പെടുന്നത് 20 വർഷത്തെയാണ്. ദശാബ്ദം 10 വർഷമാണ്, മില്ലേനിയം 1000 സെൻറ്റിനറി 100. ഓക്കെ. ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഫിലോളജിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് മാൻഡറിനാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷയാണ് സംസാരത്തിൽ ബംഗാളി. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത്? 343-1 ഭരണഘടന അനുശാസിച്ച പ്രകാരം ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി മാറിയത്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴാണ്. ഏറ്റവും അവസാനം രൂപപ്പെട്ട ദ്രാവിഡ ഭാഷ മലയാളമാണ്. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവ. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗരി. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരിയാണ്. മലയാളം ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ആര്യൻ എഴുത്ത്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള പ്രദേശമാണ് പുതുച്ചേരി. യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയാണ് അരാമിക്. മിഥൈ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ മണിപ്പൂരിയാണ്. ഇന്ത്യയുടെ കോഹിനൂറാണ് ഉറുദു. ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ്. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് മാത്തൂർ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കിണിയാണ്. പഹാരി ഭാഷ ഹിമാചൽ പ്രദേശിലാണ്. മാലിദ്വീപിലെ ഔദ്യോഗിക ഭാഷ ദിവേഹിയാണ്. ദിവേഹി. ലിപിയില്ലാത്ത ഭാഷകളാണ് കൊങ്കിണിയും തുളുവും. കൊങ്കിണിക്കും തുളുവിനും ലിപിയില്ല. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന കൃത്രിമ ഭാഷയാണ് എസ്പെരാൻഡോ. എസ്പെരാൻഡോ ഭാഷ അവതരിപ്പിച്ചത് ലുഡിക് സാമൻഹോഫ് ആണ്. എസ്പെരാൻഡോ എന്ന ഭാഷ അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യമേതാണ്? പാപ്പുവ ന്യൂഗിനിയാണ്. ലക്ഷദ്വീപിൻ്റെ പ്രാദേശിക ഭാഷ മലയാളമാണ്. ഉദയം പേനൂർ സൂനഹദോസിൻ്റെ തുടർച്ചയായി സംഭവിച്ചത് എന്താണ്? അതാണ് കൂനൻ കുരിശു സത്യം. ഉദയം പേരൂർ സൂനഹദോസിൻ്റെ വർഷം 1599. അപ്പോൾ കൂനൻ കുരിശോത്തിൻ്റെ വർഷം 1655. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. സാർക്കിൻ്റെ ആസ്ഥാനമോ? അത് കാഠ്മണ്ഡുവാണ്. ജലത്തിൻ്റെ പഴയ പേര് വിദസ്തയാണ്. അപ്പോൾ ചിനാബിൻ്റെതോ? ആസ്കിനിയാണ്. രവിയുടേത് പരിഷ്ണിയാണ്. അപ്പോൾ ബിയാസിൻ്റെതോ? ബിഭാസയാണ്. സത്ലജിൻ്റേത് ശതദ്രുവാണ്. അപ്പോൾ ബ്രഹ്മപുത്രയുടേതോ? ലൗഹിത്യയാണ്. യമുനയുടേത് കാളിന്തിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നർമ്മദയുടേതോ? രേവയാണ്. പമ്പയുടേത് ബാരിസാണെന്ന് പറഞ്ഞു. അപ്പോൾ പെരിയാറിൻ്റെതോ? ചൂർണിയാണ്. ഭാരതപ്പുഴയുടേത്
നിളയാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരിയായ ജിയോവനി സെരാരി ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ഇറ്റലിക്കാരനാണ്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യ സന്ദർശിച്ച ഫ്രാങ്കോയിസ് ബെർണിയർ ഏത് രാജ്യക്കാരനാണ്? അത് ഫ്രാൻസ് ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. ഓർക്കുക, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. കൊച്ചി തുറമുഖത്തെപ്പറ്റി ആദ്യമായി പരാമർശിച്ചത് ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടിയാണ്. നിസാം സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചീര നദി. ആന്ധ്രാപ്രദേശിലെ മഞ്ചീര നദിയാണ് നിസാം സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ക്രിസ്തുമത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം മൂസിരിസ് ആണെന്ന് പറയുന്നു കേരളത്തിൽ. നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിലാണ് മുസിരിസിനെ കുറിച്ച് കൂടുതലായി പ്രതിപാദിച്ചിരിക്കുന്നത്. ആരുടേതാണ്? പ്ലിനിയുടേതാണ് നാച്ചുറൽ ഹിസ്റ്ററി. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമായിട്ടാണ് മൂസിരിസ്. പ്രാചീന കാലത്ത് തീണ്ടിസ് എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. നെൽക്കിണ്ട എന്നത് നീണ്ടകരയാണ്. ഓടനാട് കായംകുളമാണ്. ബറേക്ക എന്നത് പുറക്കാടാണ്. നൗറ കണ്ണൂരാണ്. റിപ്പോളിൻ ഇടപ്പള്ളിയാണ്.